നിയമസഭാ തെരഞ്ഞെടുപ്പില് സംസ്ഥാനത്ത് ശക്തമായ ത്രികോണ പോരാട്ടം നടന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടം. കഴക്കൂട്ടത്ത് 78.62% പോളിംഗ് ആണ് ഇത്തവണ രേഖപ്പെടുത്തിയത്. 2021 71.3% പോളിംഗ് രേഖപ്പെടുത്തിയിടത്താണ് 78% കഴക്കൂട്ടത്തെ പോളിംഗ് ഉയർന്നത്. ആദ്യഘട്ടം ശക്തമായിട്ടുള്ള ത്രികോണ മത്സരമായിട്ടാണ് കഴക്കൂട്ടത്തെ മത്സരം മാറിയിരുന്നതെങ്കിലും അവസാന ഘട്ടം എത്തുമ്പോൾ അത് LDFും NDAയും തമ്മിലുള്ള നേരിട്ടുള്ള മത്സരമായിട്ട് മാറി എന്നുള്ളതാണ്. SIR പരിഷ്കരണത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് ഈ വോട്ടിംഗ് പെർസെന്റേജിൽ ഉണ്ടായിട്ടുള്ള വർധന ആർക്ക് അനുകൂലമാകും എന്നുള്ള ഒരു കാര്യത്തില് വ്യക്തമായ ഒരു ഉത്തരം നൽകാൻ സ്ഥാനാർത്ഥികൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ചിത്രം എന്ന് പറയുന്നത്. 2021 കണക്കുകൾ എടുത്തു നോക്കുമ്പോൾ ആകെയുള്ള 1,94,000 വോട്ടർമാരിൽ 1,38,000 പേർ വോട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. 2026 ആകെയുള്ള 1,63,000 വോട്ടർമാരിൽ 1,30,000 വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത്. SIR പരിഷ്കരണത്തിലൂടെ 30,000 വോട്ടർമാരാണ് കുറവ് വന്നിട്ടുള്ളത് കഴക്കൂട്ടം മണ്ഡലത്തില്. ശബരിമല വിഷയം വളരെ ഗൗരവത്തോടെ ചർച്ച ചെയ്ത മണ്ഡലമാണ് കഴക്കൂട്ടം എന്ന് നമുക്കറിയാം. ഇവിടെ അവസാന നിമിഷം ന്യൂനപക്ഷ വോട്ട് ബാങ്കുകളുടെ ഏകീകരണം ഉണ്ടായി എന്നുള്ള അഭിപ്രായം ശക്തമായിട്ട് BJP ക്യാമ്പുകളിലടക്കം പറയപ്പെടുന്നുണ്ട്. എന്നാൽ ന്യൂനപക്ഷ ഏകീകരണം ഉണ്ടായാലും ശക്തമായ NDA അനുകൂല വികാരം മണ്ഡലത്തിൽ ഉടനീളം ഉണ്ടെന്നും മെയ് 4 തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ഈ ഏകീകരണത്തെ മറികടക്കാൻ കഴിയും എന്നുമുള്ള ആത്മവിശ്വാസം BJP ക്യാമ്പുകൾക്ക് സജീവമാണ്. കഴിഞ്ഞ 10 വർഷമായി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ LDF സർക്കാർ കൊണ്ടുവന്ന വികസന നയങ്ങൾ ജനങ്ങൾ അംഗീകരിക്കുമെന്നാണ് കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നത്. എന്തായാലും NDA ക്യാമ്പുകൾക്കും LDF ക്യാമ്പിനുമെതിരെ അതിശക്തമായിട്ടുള്ള ജനവികാരം ഉണ്ടാകുമെന്നും UDF തരംഗമാണ് സംസ്ഥാനത്ത് ഉണ്ടാകാൻ പോകുന്നതെന്നും അതിന്റെ ആനുകൂല്യം തനിക്കുണ്ടാകുമെന്നും ശരചന്ദ്ര പ്രസാദും അവസാന നിമിഷവും വ്യക്തമാക്കുന്നു. 3 മുന്നണികളും ആത്മവിശ്വാസത്തിലാണ്. എങ്കിലും ഉള്ളിൽ അവ്യക്തതകളുണ്ട്. അതിനുള്ള ഉത്തരം മെയ് 4 വോട്ടെണ്ണുമ്പോൾ നമുക്ക് അറിയാൻ കഴിയും. മണ്ഡലങ്ങളിലൂടെ സപ്പോർട്ടഡ് ബൈ സത്വ ആയുർവേദിക്.